ടി ജി അയോധ്യ രാമക്ഷേത്രവുമായി ബന്ധപ്പെട്ടുള്ള ഈ അടുത്ത സമയത്ത് വന്ന പ്രശ്നങ്ങൾ, അത് അയോധ്യ എന്ന് പറയുന്നത് ഒരു വികാരമാണ്. കാര്യം എന്ത് പറഞ്ഞാലും ഈ അടുത്ത കാലത്ത് അത് ഉയർന്നു, അതിൻ്റെ പ്രതിഷ്ഠ ഇതെല്ലാം വളരെ ആഘോഷമായിട്ട് രാജ്യം കൊണ്ടാടിയതാണ്. അത് മാത്രമല്ല, ഒരുപാട് ബലിദാനങ്ങൾ നടന്ന, ഒരുപാട് സംഘർഷങ്ങളും പ്രശ്നങ്ങളും പ്രക്ഷോഭങ്ങളും ഒക്കെ നടത്തി ഹിന്ദു സമൂഹത്തിന് നേടിയെടുക്കാൻ കഴിഞ്ഞ, ഒരുപക്ഷെ ചരിത്രത്തിൽ ഒരു വലിയ അങ്ങനെ ഒരു സംഭവം തന്നെ വളരെ അപൂർവമാണ്. അപ്പോൾ അങ്ങനെ ഒരു മുന്നേറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിടത്താണ് ഇങ്ങനെ ഒരു നെഗറ്റീവ് രീതിയിലുള്ള കാര്യങ്ങൾ ഉണ്ടാകുന്നത്. പക്ഷേ അതിനെ അധികരിച്ചുണ്ടായ പ്രചാരണങ്ങൾ പക്ഷേ ഇതൊന്നും ആയിരുന്നില്ല. അത് എങ്ങനെയും ക്ഷേത്രത്തെ തകർക്കുക എന്നുള്ള ലക്ഷ്യം കൂടെ ഉണ്ടായിരുന്നു പലപ്പോഴും മാധ്യമങ്ങൾക്ക്. വളരെ വലിയ പ്രചാരണം, രാമചരിതമാനസ് ഉൾപ്പെടെ പോയി. പക്ഷേ അതെല്ലാം ഇന്നലത്തോടുകൂടി അതെല്ലാം ട്രസ്റ്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല, അതിനൊപ്പം എന്തെങ്കിലും സംഭാവന കൊടുത്തവർ, അവർക്കതിൽ എന്തെങ്കിലും ഇതുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ഷേത്രത്തിൽ ചെന്ന് കൈകാര്യം ചെയ്യാമെന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. എനിക്ക് മനസ്സിലാവാത്തതേ, ഞാനൊരു 10 പവൻ്റെ മാല ഗുരുവായൂർ സമർപ്പിക്കുന്നു. 2 വർഷം കഴിഞ്ഞിട്ട് ആ മാല എവിടെ എന്ന് ചോദിക്കാൻ എനിക്കൊരവകാശമുണ്ടോ? അത് ഇതായിരിക്കുന്നു എന്ന് പറയാനുള്ള ബാധ്യത ഗുരുവായൂർ ദേവസ്വത്തിനുണ്ടോ? ഇത് രണ്ടും ഇല്ല എന്നാണ് എൻ്റെ വിചാരം. ഒരിക്കൽ കൊടുത്താൽ അത് അവരുടെയാണ്. അവരത് ഒരുക്കി കാണും, അല്ലെങ്കിൽ മ്യൂസിയത്തിൽ വെച്ച് കാണും, അല്ലെങ്കിൽ ദേവന് ചാർത്തി കാണും, അല്ലെങ്കിൽ ചുമ്മാ സ്റ്റോക്കിൽ വെച്ചിട്ടുണ്ടാവും. അത് അവരുടെ താല്പര്യമാണ്. ഞാൻ കൊടുത്താൽ കൊടുത്തു. അപ്പോൾ ഇപ്പോൾ ഈ 2-3 വർഷമൊക്കെ കഴിഞ്ഞിട്ട് ആൾക്കാർ വന്നിട്ട് ഞാനിത് കൊടുത്തു, അത് കാണുന്നില്ല എന്നൊക്കെ പറയുന്നു. എന്തർത്ഥമാണ് ഇതിനൊക്കെ? എന്നിട്ട് പോലും ചരിത്രത്തിൽ ആദ്യമായിട്ട് ഇന്ത്യൻ ഒരു ട്രസ്റ്റും ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്തിട്ടില്ല. അതാ നിങ്ങൾ തന്ന സാധനങ്ങളെല്ലാം എന്തായിരിക്കുന്നു. കാക്ക ഭുസുണ്ടി എന്ന് പറഞ്ഞൊരു കാക്കയുടെ ഒരു പ്രതിമ ഉണ്ടാക്കി ഒരു സ്ത്രീ കൊടുത്തിരുന്നു. രാമചരിതമാനസുണ്ട്, മറ്റേ സ്വർണ്ണപാതകങ്ങൾ കൊടുത്തിരുന്നു. അതൊക്കെ ഡിസ്പ്ലേ ചെയ്തതായിരിക്കും. എല്ലാ സാധനമുണ്ട്. ആകെ ഈ മോഷണം, തിരിമറി എന്ന് പറയുന്ന സംഗതി നടന്നിരിക്കുന്നത് ഈ എണ്ണലിൻ്റെ അവിടെ വെച്ചിട്ടാണ് എന്നുള്ളത് ഇപ്പോൾ ഏകദേശം തീർച്ചയായി. അതിൻ്റെ 90% പിടിച്ചത് ഇപ്പോൾ ഈ ആൾക്കാർ ബഹളം വയ്ക്കുന്ന ചമ്പത്രായിയാണ്. ചമ്പത്രായി എനിക്ക് നേരിട്ടറിയാം. ഞാൻ ചമ്പത്രായിക്ക് സർട്ടിഫിക്കറ്റ് കൊടുത്തു എന്ന് വിചാരിച്ചിട്ട് SIT സമ്മതിക്കാനൊന്നും പോകുന്നില്ല. അതേസമയം എനിക്കറിയാവുന്നൊരു മനുഷ്യനെ അനാവശ്യമായിട്ട് താറടിക്കാൻ ഞാൻ കൂട്ടുനിൽക്കുകയുമില്ല. അദ്ദേഹം സംഘപ്രചാരകനാണ്, വിശ്വ ഹിന്ദു പരിഷത്തിൽ പ്രവർത്തിച്ചു, രാമജന്മഭൂമിയുടെ ആ സമരം ഓർഗനൈസ് ചെയ്യുന്നതിൽ നിർണായകമായൊരു പങ്ക് വഹിച്ചു. ഞാൻ അദ്ദേഹത്തെ കാണുന്ന വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ ഹെഡ്ക്വാർട്ടേഴ്സിലാണ്, ഡൽഹിയിൽ. ഒരു വലിയ ഹാള്, നമ്മളുടെ സംഘത്തിൻ്റെ ബൗദ്ധിക് ഹാളെന്നൊക്കെ പറയില്ല, ഒരുപാട് പേർക്ക് ഇരിക്കാവുന്ന ഹാൾ. ആ ഹാളിൻ്റെ ഒരറ്റത്ത് ഒരു കർട്ടനിട്ട് ഒരു പാർട്ടീഷൻ, അതിനുള്ളിൽ ഒരു പുല്ലുവായുണ്ട്, അതിന് പുറത്ത് ഒരു ബെഡ്ഷീറ്റ്, ഒരു തലയണ. ഇതാണ് ചമ്പത്രായിയുടെ മുറി. കർട്ടനൊന്ന് വകഞ്ഞ് മാറ്റിയിട്ടിട്ടുണ്ട്, ആർക്കും കാണാം അകത്ത് എന്താണ്. ഞാൻ ചെല്ലുമ്പോൾ ഇദ്ദേഹം ഒരു 11 മണിയാണ് രാവിലെ. അദ്ദേഹം ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുന്നു. മഹാരാഷ്ട്രക്കാരുടെ ആലു പോഹ എന്ന് പറയുന്നൊരു സാധനം. എന്നോട് കഴിക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞില്ല, ഇരിക്കാൻ പറഞ്ഞു. ഞാൻ അല്പം ബുദ്ധിമുട്ടി, കാരണം നിലത്തായിരിക്കേണ്ടത്, ഒന്നുമില്ല, വെറും നിലത്ത്. അദ്ദേഹവും ഇരുന്ന് കഴിക്കുന്നത് വെറും നിലത്താണ്. വലിയ ഗ്ലാസ്സിൽ വെള്ളം ഉണ്ട്. അവരുടെയൊക്കെ വലിയ ഗ്ലാസ്സാണല്ലോ ഉത്തരേന്ത്യക്കാരുടെ. അതുപോലെ വലിയൊരു ഗ്ലാസ്സിൽ എനിക്കും തന്നു വെള്ളം. ഞാൻ പോയ കാര്യം പറഞ്ഞു. അദ്ദേഹം ഇടത് കൈ കൊണ്ട് തന്നെ ഫോൺ എടുത്തിട്ട് അപ്പം തന്നെ വിളിച്ച് പറഞ്ഞേക്കാം. എന്നോട് പറഞ്ഞു, നിങ്ങൾ ഹോട്ടലൊന്നും താമസിക്കരുത്, ഇവിടെ വന്ന് താമസിക്കണം. എൻ്റെ കിടപ്പ് കണ്ടിട്ട് ഭയപ്പെടേണ്ട കേട്ടോ. താമസിക്കാൻ വേറെ മുറികളുണ്ട്, അവിടെ കട്ടിൽ, ഫാൻ, എല്ലാ സംഗതികളും ഉണ്ട്. അത്യന്താധുനിക സംവിധാനങ്ങൾ വിശ്വ ഹിന്ദു പരിഷത്തിൻ്റെ മുറികളിലുണ്ട്. അതുകൊണ്ട് മോഹൻദാസിനെ പോലുള്ളവർ വന്നു കഴിഞ്ഞാൽ നിങ്ങളെ കംഫർട്ടബിളായിട്ട് ഞങ്ങൾ അക്കോമഡേറ്റ് ചെയ്യും. ഞാനിങ്ങനെ വഴിയരികിലും ഇങ്ങനെ കിടന്ന് ശീലിച്ചു പോയി, ഇത്രയും പ്രായമായി. ഇനിയിപ്പോൾ എനിക്ക് ഈ മെത്തയിലൊന്നും കിടന്നാൽ ഉറക്കം വരാത്ത സ്ഥിതിയായി. അതുകൊണ്ട് ഞാനിങ്ങനെ ഇത്ര സിമ്പിളായ മനുഷ്യനാണ്. അപ്പോൾ അദ്ദേഹത്തെ എല്ലാവരും ചേർന്ന് വേട്ടയാടുന്നു എന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. ഇപ്പോൾ 80 വയസ്സായ ഒരു കാരണവർ
ഒരു ഇഷ്യൂ ഹാൻഡിൽ ചെയ്യുമ്പോൾ അതങ്ങനെ ആയിരുന്നില്ല എന്ന് ഇഷ്യൂ ഉണ്ടായി കഴിഞ്ഞിട്ട് നമുക്ക് പറയാൻ എളുപ്പമാണ്. അദ്ദേഹം ചെയ്തത് എന്താ, ഇവരൊരു കുറച്ച് പൈസ വാഷ്റൂമിൽ കണ്ടു എന്നൊരാൾ ഓടി വന്ന് പറഞ്ഞു ഇങ്ങനെ വാഷ്റൂമിൽ കാശിരിക്കുന്നു. അപ്പോൾ ഇദ്ദേഹം പോയി നോക്കി പരിശോധിച്ചു, ഈ കള്ളത്തരം കണ്ടുപിടിച്ചു. യുവമാരുടെ വീട്ടിൽ പോയിട്ട് നിങ്ങൾ മോഷ്ടിച്ച് കാശ് വയ്ക്കണമെന്ന് പറഞ്ഞു. അതിനെയാണ് ഇവർ റെയ്ഡ് എന്നൊക്കെ വിളിക്കുന്നത്. റെയ്ഡായിരുന്നില്ല, അത് റെയ്ഡ് എന്ന് പറഞ്ഞാൽ അവരെ പുറത്തിറങ്ങി നിൽക്കാൻ പറഞ്ഞിട്ട് അകത്ത് പരതി എടുക്കുന്നതാണ്. ഇത് അവരെ കൊണ്ട് തന്നെ വെപ്പിച്ചു. ഇപ്പോൾ ഈ 80 ലക്ഷം രൂപ കണ്ടെടുത്തു എന്ന് പറയുന്നതിൽ ഏകദേശം 77-78 ലക്ഷം രൂപയും കണ്ടെടുത്തത് ചമ്പത് റായിയാണ്. ചമ്പത് റായി അതിന് പോലീസ് സഹായം തേടിയിരുന്നു അൺഒഫീഷ്യലായിട്ട്. അപ്പോൾ അങ്ങനെ ചെയ്യാമോ എന്ന് ചോദിച്ചാൽ എനിക്കറിയില്ല. അടുത്ത കാലത്ത് അങ്ങനെ ചെയ്ത ഒരു സംഭവം ഞാൻ പറയാം. തിരുവിതാംകൂർ കവടിയാർ കൊട്ടാരത്തിൽ നിന്ന് ഒരു മാല കാണാതെ പോയി. വാർത്ത വന്ന് ഓർക്കുന്നു. അതെ, 2 മാസം കഴിഞ്ഞാണ് FIR രജിസ്റ്റർ ചെയ്തത്. പക്ഷേ അതിന് മുമ്പ് തന്നെ അവർ പോലീസിനെ അറിയിച്ചിരുന്നു, FIR ഇട്ട് വിവാദമാക്കരുത്, പക്ഷെ ഞങ്ങളെ സഹായിക്കണം. പോലീസ് അൺഒഫീഷ്യലി അവരെ സഹായിച്ചു. സെയിം തിങ് അയോധ്യയിൽ നടന്നു. ചമ്പത് റായ് പറഞ്ഞു, നമുക്ക് ചിലരുടെ വീട്ടിൽ പോയിട്ട് എനിക്ക് ഇന്ന സംശയമുണ്ട്, ഇന്നതാണ് പ്രശ്നം, ചെവി അറിയാതെ ഇത് നടത്തിയെടുക്കണം. അത് നിയമദൃഷ്ടിയിൽ വേണമെങ്കിൽ ചമ്പത് റായ് കൂടെ ചേർന്ന് മോഷണം നടത്തി, മോഷണം മുതൽ ഒതുക്കി എന്നൊക്കെ ഒരു ആരോപണം കൊണ്ടുവരാൻ വേണമെങ്കിൽ. ബട്ട് വാസ്തവം അതല്ല. ഇവരെല്ലാവരും സമ്മതിച്ചു, റെയ്ഡ് ചെയ്തു, അവരെ അറസ്റ്റ് ചെയ്തു. പിന്നെ ഈ പറഞ്ഞ പോലെ പൈസയൊക്കെ കിട്ടിക്കഴിഞ്ഞപ്പോൾ ബാക്കിയുള്ളവർ പറഞ്ഞു FIR ഇടണം. ഗവൺമെൻറ് ആണെങ്കിൽ യോഗി ആദിത്യനാഥ് ഗവൺമെൻറ്, ഇതൊരു പ്രൈവറ്റ് ട്രസ്റ്റാണ്, ഗവൺമെൻറ്റിന് അതിനകത്ത് സ്റ്റേക്കൊന്നുമില്ല. ഇപ്പോൾ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ പ്രൈവറ്റ് ട്രസ്റ്റാണ്, ഗവൺമെൻറ്റൊന്നും ചെയ്യാനില്ല. അതുപോലൊരു പ്രൈവറ്റ് ട്രസ്റ്റാണിത്. അപ്പോൾ അവർ റൈറ്റിങ്ങിൽ അപേക്ഷ തന്നാൽ മാത്രമേ ഗവൺമെൻറ്റിന് അതിൽ ഇടപെടാൻ പറ്റുള്ളൂ. ഇപ്പോൾ എൻ്റെ വീട്ടിൽ മോഷണം നടന്നു എന്ന് ഞാൻ പോലീസിനെ അറിയിച്ചാൽ മാത്രമേ പോലീസിന് വരാൻ പറ്റുള്ളൂ. അതാണ് ഈ ദ നോൺ കോഗ്നൈസബിൾ ഒഫൻസ്. അൺലെസ് ദർ ഈസ് എ കംപ്ലൈനൻറ്റ് യു കനോട്ട് ടേക്ക് എ കേസ്. അപ്പോൾ അതുള്ളതുകൊണ്ട് സർക്കാർ ഇടപെട്ടില്ല. ചമ്പത് റായ് റൈറ്റിങ്ങിൽ അപേക്ഷ കൊടുത്ത് 25-ാം തീയതി തന്നെ FIR ഇട്ടു. 25-ാം തീയതി തന്നെ 8 പേരെ അറസ്റ്റ് ചെയ്തു. 26-ാം തീയതി ചമ്പത് റായ് ട്രസ്റ്റിൽ നിന്ന് രാജിവെച്ചു, ജൂൺ 26-ാം തീയതി. അപ്പോൾ അദ്ദേഹം എന്തെങ്കിലും കുഴപ്പം കാണിക്കുന്ന ആളായിരുന്നെങ്കിൽ ഈ ടോയ്ലറ്റിൽ കൊണ്ടുപോയി വയ്ക്കുക, അവരുടെ വീടുകളിൽ അദ്ദേഹം തന്നെ പോയി കാശ് എടുപ്പിക്കുക, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ല. പെട്ടിയിൽ നിറച്ച് കടത്തിക്കൊണ്ട് പോകാം. കാരണം ജനറൽ സെക്രട്ടറി തന്നെ ഇതിന് കൂട്ടുനിൽക്കുന്ന ആളാണ്. പിന്നെ മറ്റേ അനിൽ മിശ്രയുണ്ട്, പിന്നെ വേറെ ആരാ ചോദിക്കാൻ? ബാക്കിയുള്ളവരൊക്കെ അങ്ങനെ ആക്റ്റീവായിട്ടുള്ള ആൾക്കാരല്ല. മഹന്ത് നൃത്യഗോപാൽദാസ് 84 വയസ്സായി, ഇപ്പോൾ സുഖമില്ല, അദ്ദേഹം വേദാന്ത ഹോസ്പിറ്റലിൽ അഡ്മിറ്റൊക്കെ ആയിരുന്നു. ഈ ട്രസ്റ്റ് മീറ്റിങ്ങിന് വന്നു. പിന്നെ ഉള്ളത് പരാശരൻ, മദ്രാസിലാണ്, 93-94 വയസ്സുണ്ട്. ഓൺലൈനിലാണ് ഈ ട്രസ്റ്റ് മീറ്റിങ്ങിൽ പങ്കെടുത്തത്. അപ്പോൾ ഇവരാരും ആക്റ്റീവായിട്ടില്ല. ആക്റ്റീവായിട്ടുള്ളത് ഈ 2 പേരാണ്. അപ്പോൾ അവർക്ക് വേണമെങ്കിൽ ഇത് പെട്ടിയിൽ നിറച്ച് തലച്ചുകൊണ്ടായിട്ട് പുറത്ത് കൊടുത്തു വിടാമായിരുന്നു. എന്തിനാണ് ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഒളിപ്പിക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യുന്നത്? അതുപോലെ ഈ കോടിക്കണക്കിന് രൂപ ഒന്നും അറിയുന്ന സ്ഥലത്ത് കുറച്ച് പൈസ എടുത്തിട്ട് വാഷ്റൂമിൽ ഒളിപ്പിക്കുക, അല്ലെങ്കിൽ വീട്ടിൽ കൊണ്ടുപോകുക, ഇതൊന്നും ചെയ്യേണ്ട കാര്യമില്ലല്ലോ. ഇവരും കൂടെ ചേർന്നാണ് നടക്കുന്നത്. അതിനെയാണ് സ്കാം എന്ന് നമ്മൾ പറയുന്നത്. അപ്പോൾ അങ്ങനെ ഒരു സ്കാം ഇല്ല. മോഷണമാണ് ഉള്ളത്. മോഷണം ഇസ് തെഫ്റ്റ്. മോഷണം എവിടെയും നടക്കാം. ഇന്ത്യൻ പ്രസിഡൻറ്റിൻ്റെ അവിടെ കയറിയിട്ട് ആർക്കെങ്കിലും മോഷ്ടിക്കാൻ സമർത്ഥനാണെങ്കിൽ ചിലപ്പോൾ മോഷ്ടിച്ചൊന്നും വരും. സോ മോഷണം ഒരു സാധാരണ സംഭവമാണ്. അത് ഏകദേശം 8 പേരെ ഇപ്പോൾ പിടിച്ചു കഴിഞ്ഞ് ഇനി കൂടുതൽ ആരെങ്കിലും പിടിക്കാനുണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. ഉണ്ടെങ്കിൽ ഉറപ്പായിട്ട് പോലീസ് പിടിക്കും. അപ്പോൾ ഇങ്ങനെ ഒരു മോഷണം അവിടെ നടന്നു എന്നുള്ളതിൻ്റെ പേരിൽ മൊത്തം രാമജന്മഭൂമി മൂവ്മെൻറ്റിനെ തന്നെ അതിൻ്റെ ക്രെഡിബിലിറ്റി കളയുക. രാമക്ഷേത്രം ഉണ്ടാക്കാനായിട്ട് സംഘപരിവാർ ഇറങ്ങി പുറപ്പെട്ടത് രാമക്ഷേത്രം ഉണ്ടാക്കി കഴിയുമ്പോൾ അതിനകത്ത് വരുന്ന വഴിപാട് മോഷ്ടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ്. അത് കൊള്ളാം, നല്ലൊരു ഡിസൈൻ. അതാണ്. അത് മാത്രമല്ല, അത് പൊളിഞ്ഞു പോയത് എങ്ങനെയാണെന്ന് നോക്ക്. ഇതിൽ ടിന്നു യാദവ്, അയാളാണ് ചമ്പത് റായുടെ ഡ്രൈവർ എന്ന് പറയുന്നത്. ഡ്രൈവർ ആയിരുന്നു നേരത്തെ, സത്യമാണ്.
ബട്ട് ഈ ടിന്നു യാദവ് എന്ന രമാശങ്കർ യാദവ് അയാൾ പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മളുടെ അഖിലേഷ് യാദവ് ചുവട് മാറി. പലരും അത് ശ്രദ്ധിച്ചില്ല. അഖിലേഷ് യാദവ് എക്സിൽ പോസ്റ്റ് ചെയ്തു, പോലീസിനെ വെച്ചിട്ട് പോലീസിനെ അമ്പലത്തിൽ കയറ്റരുത്, ആ പവിത്രമായ സ്ഥലമാണ്, അവിടെ പോലീസ് കയറുന്നത് മോശമാണ്, പൂജാരിമാരെ ചോദ്യം ചെയ്യുക, അങ്ങനെയൊക്കെ ചെയ്യുക, അതൊന്നും ശരിയല്ല. ഒരു കാര്യം ചെയ്താൽ മതി, ഈ എണ്ണുന്ന സ്ഥലത്ത് ലൈറ്റ് ഓഫ് ചെയ്യുക, എന്നിട്ട് മോഷ്ടിച്ചവർക്കൊരു അവസരം കൊടുക്കുക. നിങ്ങൾ ഈ ഇരുട്ടത്ത് നിങ്ങൾ മോഷ്ടിച്ച പൈസ അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് പുറത്തിറങ്ങി പോക്കോ. ലൈറ്റ് ഇട്ട് കഴിയുമ്പോൾ പോയ പൈസ മുഴുവൻ തിരിച്ചവിടെ ഉണ്ടാവും. അങ്ങനെ വേണം അമ്പലത്തിലെ മോഷണമൊക്കെ കൈകാര്യം ചെയ്യാൻ എന്ന് ഇങ്ങനെ എക്സിൽ പോസ്റ്റ് ചെയ്തു അഖിലേഷ് യാദവ്. അതോടെ സംഭവം വളരെ വഷളായി. അതിന് കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 യാദവ്, ഒന്ന് ഈ രമാശങ്കർ യാദവ് എന്ന ടിന്നു യാദവ്, പിന്നെ വേറൊരു യാദവ് കൂടെയാണ്. 2 യാദവന്മാരെ അറസ്റ്റിലായി എന്നുള്ളതാണ് പുള്ളിയുടെ പ്രശ്നം. അതോടെ പുള്ളി ടാക്ടിക്സ് മാറ്റിയെന്ന് മാത്രമല്ല, ഇതേ സമയത്താണ് വായിജത്ത് ഓർക്കണല്ലേ, മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവിനെതിരെ ആരോപണം വന്നു. ഭൂമി വാങ്ങിച്ചു, കമ്പനി ഉണ്ടെന്നൊക്കെ പറഞ്ഞിട്ട്. സത്യം എന്ത് വാങ്ങിക്കോട്ടെ, മോഹൻ യാദവിനെ പിന്തുണച്ച ആളാരാണെന്നറിയാമോ? അഖിലേഷ് യാദവാണ്. ഞാൻ അന്തം വിട്ടുപോയില്ല. BJP മുഖ്യമന്ത്രിയെ പിന്തുണയ്ക്കുന്നത് സമാജ്വാദി പാർട്ടിയുടെ നേതാവാണ്. അതിന് കാര്യം എന്താണെന്ന് വെച്ചാൽ മോഹൻ യാദവ് ഒരു യാദവാണ്. അപ്പോൾ ഇയാളുടെ നോട്ടം യാദവന്മാരെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഇയാൾ പറഞ്ഞു മോഹൻ യാദവിനെ പുറത്താക്കാനായിട്ട് നരേന്ദ്രമോദി പ്ലാൻ ചെയ്തൊരു സ്റ്റോറിയാണ് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ വന്നത്. ഇതാണ് മോഹൻ യാദവിനെ പുറത്താക്കാനായിട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ സ്റ്റോറി പ്ലാൻ ചെയ്ത ആവശ്യം എന്താ മോദിക്ക്? മോഹൻ യാദവിനോട് പറഞ്ഞാൽ പോരെ, ഇവിടെ താൻ ഇറങ്ങി വേറൊരാളിനെ വയ്ക്കാൻ പോവാണ്. ഇത്രയല്ലേ ഉള്ളൂ. ഒരു മുഖ്യമന്ത്രിയെ മാറ്റുക എന്ന് പറഞ്ഞാൽ മോദിക്കോ അമിത്ഷായ്ക്കോ വലിയ കാര്യമൊന്നുമല്ല. അതേത് മുഖ്യമന്ത്രിയായാലും. ഒരുപക്ഷെ വിവാദമുണ്ടാകുന്ന മുഖ്യമന്ത്രിമാർ 2-3 പേര് ഒഴിച്ചാൽ ബാക്കി മുഖ്യമന്ത്രിമാരെ പുഷ്പം പോലെ അവർക്കെടുത്ത് മാറ്റാവുന്നേ ഉള്ളൂ. ഡൽഹിയിലെ രേഖാ ഗുപ്ത മാറ്റിയാൽ ആരെങ്കിലും ചോദിക്കുമോ? അപ്പോൾ ഇതൊക്കെ വെറുതെ ഇങ്ങനെ രാഷ്ട്രീയ ആവശ്യത്തിന് ഉപയോഗിച്ച് ആ ആയുധത്തിൻ്റെ മൂർച്ചയില്ലാതെ പോയി. എനിക്ക് അത്ഭുതം തോന്നിയത് വേറൊന്നാണ്. നമ്മളുടെ അൽ ജസീറ TV, ഞാനിപ്പോൾ കുറച്ച് കാലമായിട്ട് അൽ ജസീറ പതിവായിട്ട് കാണുന്നുണ്ട്. അൽ ജസീറ എന്ത് പ്രചരണം, ബില്യൺസ് ഓഫ് റുപ്പീസ്. ബില്യൺ റുപ്പി എന്ന് പറഞ്ഞാൽ എത്ര 1000 കോടിയോ മറ്റാണ്. അതിൻ്റെ നടക്കുന്ന പറഞ്ഞാൽ അൽ ജസീറ വലിയ ബഹളമാണ്. അൽ ജസീറ ഇതിന് മുമ്പ് വെച്ച് ബഹളമായിരുന്നു നമ്മളുടെ ധർമ്മസ്ഥല. അൽ ജസീറയ്ക്ക് എന്ത് ഈ ധർമ്മസ്ഥലയിലും രാമക്ഷേത്രത്തിലുമൊക്കെ ഇത്ര വലിയ വാശി? അപ്പോൾ അത് നോക്കിയപ്പോൾ എനിക്ക് മനസ്സിലായി, ഇതിനകത്ത് ഇവരുടെ ഗ്യാങ് ഇറങ്ങിക്കഴിഞ്ഞു. ഹിന്ദു മൂവ്മെൻറ്റിനെ ഡിസ്ക്രെഡിറ്റ് ചെയ്യുക എന്നുള്ള ഒരു അജണ്ടയുമായിട്ട് ഇവർ മുന്നോട്ട് വരികയാണ്. അതിൽ എനിക്ക് മനസ്സിലാകാത്തൊരു സംഭവം, രാഹുൽ ഗാന്ധി ഇന്ന് വരെ ഇതിനകത്ത് ഖണ്ഡിതമായൊരു അഭിപ്രായം പറയുകയോ ബഹളം വയ്ക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. ഒരു ഡെലിഗേഷൻ അയോധ്യയിലേക്ക് പോയി എന്നൊക്കെ പറഞ്ഞാൽ അതൊന്നും ഗുണം പിടിച്ചില്ല. ബട്ട് രാഹുൽ ഗാന്ധി നോക്കി, ഈ കാര്യത്തിൽ രാഹുൽ ഗാന്ധി പൊതുവേ സൈലൻ്റാണ്. സംസാരിക്കുന്ന ജയറാം രമേശ് അല്ലെങ്കിൽ പവൻ ഖേഡ ഇവരൊക്കെയാണ് സംസാരിക്കുന്നത്. രാഹുൽ ഗാന്ധി മിണ്ടുന്നില്ല. പ്രിയങ്ക ഗാന്ധി ഒരു തവണയോ മറ്റോ പറഞ്ഞു. ഇപ്പോൾ ഇനി വരാൻ പോകുന്ന പ്രശ്നം, ഒരു സീനിയർ അഡ്വക്കേറ്റ് അത് പരാതിയായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പറഞ്ഞവരൊക്കെ SITയുടെ മുമ്പിൽ ഹാജരാകണം. അവിടെ കോടിക്കണക്കിന് രൂപയുടെ അഴിമതി നടന്നോ മറ്റേ നടന്നോ മറിച്ച് നടന്നോ എന്നൊക്കെ പറഞ്ഞവരുണ്ടല്ലോ. ഈ പറഞ്ഞ ആൾക്കാർ SITയുടെ മുമ്പിൽ ഹാജരായിട്ട് ഇതിന് തെളിവ് കൊടുക്കണം. അതല്ല, തെളിവില്ലെങ്കിൽ തെളിവില്ലാതെ ഞാനൊരു രാഷ്ട്രീയ പ്രസ്താവന നടത്തുകയാണെന്ന് പറഞ്ഞിട്ട് മാറും. അത് ന്യായമായൊരു കാര്യമല്ലേ? ഇവരൊക്കെ ഇങ്ങനെ ഈ ഗുണ്ടടിച്ച് രക്ഷപ്പെടരുത്. ശബരിമല സ്വർണ്ണക്കൊള്ളയുടെ സമയത്താണ് രമേശ് ചെന്നിത്തല ഒരു ഗുണ്ടടിച്ചു, SITക്ക് എഴുതി കൊടുത്തു. ഡി മണി അന്താരാഷ്ട്ര കള്ളക്കടത്തുകാരനാണ്, വിഗ്രഹക്കടത്തുകാരൻ ഡി മണി, ദിണ്ടുക്കൽ മണി, ദാവൂദ് മണി. അവിടെ പോയി ഒരു പാവം തമിഴിനെ പിടിച്ചുകൊണ്ട് വന്നു. അയാളുടെ കൂടെ വേറൊരു തയ്യൽക്കാരനുണ്ട്, ആകെ 150 രൂപ ഒരു ദിവസം. അവന് അന്താരാഷ്ട്ര വിഗ്രഹക്കടത്തുകാരൻ. ഇയാളിവിടെ ഒന്ന് കരയുക ചെയ്യും മാധ്യമങ്ങളുടെ മുമ്പിൽ. എന്തൊരു കഷ്ടം. ഒന്നുമേ പണ്ടേ സാർ എന്നൊക്കെ പറഞ്ഞിട്ട് അയാൾക്കാർ എന്തൊരു 3-4 ദിവസം അവരെ ചോദ്യം ചെയ്ത് ഇപ്പോൾ എവിടെ പോയി? ആർക്കും അവരെ വേണ്ട. ഇപ്പോൾ SIT വിട്ടു, രമേശ് ചെന്നിത്തല വിട്ടു, ഹൈക്കോടതി വിട്ടു, സകലതും വിട്ടു.
അപ്പോൾ ഇങ്ങനെ കഥ പറഞ്ഞ ആൾക്കാർ രക്ഷപ്പെടുന്നത് മര്യാദയാണ്. അങ്ങനെ കഥയുണ്ടാക്കിയ ആളിനെ പിടിച്ച് നമ്മൾ ആഭ്യന്തരമന്ത്രിയാക്കിയിരിക്കുക രമേശ് ചെന്നിത്തല. അങ്ങേര് പറയുന്ന അങ്ങേരുടെ ഒരു കൂട്ടുകാരനാരോ ഗൾഫിൽ, പുള്ളിയാണ് വിവരം കൊടുത്തത്. അയാളെ വിളിക്കണ്ടേ ഗൾഫിൽ നിന്ന്? തനിക്ക് എവിടെ നിന്ന് കിട്ടിയിടോ വിവരം? ആ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീം കേരള ഹൈക്കോടതി നിയമിച്ച ടീമിനെ വഴിതെറ്റിക്കുക എന്ന് പറയുന്നത് നിസ്സാര സംഗതിയാണ്. ഒന്നുകിൽ ഇയാൾ ഈ ഇൻഫർമേഷൻ എവിടെ നിന്ന് കിട്ടിയെന്ന് പറയണം, അതല്ലെങ്കിൽ വഴി തെറ്റിക്കാൻ ശ്രമിച്ചതിന് അയാളെ ശിക്ഷിക്കണം. പകരം അയാളുടെ കൂട്ടുകാരൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്നു. ഇതാണ് അവസ്ഥ. ഇതുപോലത്തെ ഡീമണി കളി അവിടെയും നടക്കുന്നുണ്ട്. ഞാൻ 600 കിലോ വെള്ളി കൊടുത്തിരുന്നു, ആർക്കാ പറയാൻ? അതെവിടെയെന്ന് ചോദിക്കുക. എനിക്ക് രസീത് തന്നില്ല എന്ന് പറയും. ഒരു സാധനം കൊടുക്കുമ്പോൾ രസീത് മേടിക്കണ്ടേ? രസീത് പിന്നെ തരാമെന്ന് പറഞ്ഞപ്പോൾ ഇയാൾ പോയെന്താ അവിടെ നിന്ന്? എന്നിട്ട് 4 വർഷം ഇപ്പോഴാണ് രസീത് ചോദിക്കുന്നത്. അപ്പോൾ ഇതുപോലത്തെ ഈ ഡീമണി കളികൾ ഒരുപാട് നടക്കുന്നു. ഇത് വെച്ചിട്ട് മൊത്തം ഹിന്ദുത്വ പ്രസ്ഥാനങ്ങളെ തിരിച്ചടിക്കാം എന്നുള്ളതാണ് അവരുടെ കാൽക്കുലേഷൻ. പക്ഷേ അത് സാധിക്കാതെ വരുന്നു. ഓരോ ദിവസം കഴിയുന്തോറും അത് ദുർബലമായിട്ട് വരുന്നു. ഇനിയിപ്പോൾ SIT കറക്റ്റായിട്ട് ഈ അന്വേഷണം കംപ്ലീറ്റ് ചെയ്ത് കോടതിയിൽ റിപ്പോർട്ട് കൊടുത്തു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നില്ല ഈ പറഞ്ഞ തുകയും സംഗതിയൊന്നും ഉണ്ടാകുമെന്ന്. ഇനി എത്രയുണ്ടെങ്കിൽ അത്രയും, അതിനപ്പുറത്തേക്ക് ഒരു ചുക്കും ഇതിൽ സംഭവിക്കാനില്ല. ഒരു മോഷണം നടന്നു, അത് പിടിച്ചു. വേണമെങ്കിൽ FIR ഫയൽ ചെയ്യാൻ താമസിച്ചു എന്ന് പറയാം. കവടിയാർ കൊട്ടാരം താമസിച്ച പോലെ ഒന്നും രാമക്ഷേത്ര ട്രസ്റ്റ് താമസിച്ചിട്ടില്ല. അവർ 2 മാസം താമസിച്ചു, ഇവർ 6 ദിവസവും മറ്റോ താമസിച്ചു. ഇതാണ് വന്നും പോയും ഇതിനകത്തൊരു ഇഷ്യൂ ആയിട്ട് പറയാവുന്നത്. കഴിഞ്ഞ ആഴ്ച ഫയൽ ചെയ്യാവുന്ന FIR ഈ ആഴ്ചയായി, എന്തുകൊണ്ട് എന്നൊക്കെ ചോദിച്ചിട്ട് ഇഷ്യൂ ഉണ്ടാക്കും. അതിൽ കവിഞ്ഞൊന്നുമില്ല. പിന്നെ ഒരു കാര്യം കൂടെ ഉണ്ടായി. ഇപ്പോൾ ചമ്പത് റായ് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ അദ്ദേഹത്തിൻ്റെ ജീവിതം പറഞ്ഞല്ലോ. അപ്പോൾ ചമ്പത് റായ് ഇത് പെട്ടിക്കണക്കിന് കൊണ്ടുപോയെന്ന് പറഞ്ഞാൽ അദ്ദേഹം എവിടെ കൊണ്ടുപോയി ആർക്ക് കൊടുക്കാനാണ് എന്നൊരു ചോദ്യം ഉണ്ടായി വരും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആരും അത് വിശ്വസിക്കില്ല. അല്ല, അത് ഈ അന്താരാഷ്ട്ര കള്ളക്കടത്ത് ഡീമണിയെ വിശ്വസിച്ചില്ല ആൾക്കാർ കുറച്ച് ദിവസമെങ്കിലും. അപ്പോൾ ഒരു അന്തരീക്ഷം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അദ്ദേഹമാണെങ്കിൽ ഇതുപോലത്തെ ഈ മീഡിയ ഓൺസ്ലോട്ടൊന്നും ശീലമില്ലാത്ത മനുഷ്യരാണ്. അവരൊക്കെ നിലത്ത് പ്രവർത്തിക്കുന്ന ആൾക്കാരാണ്, മണ്ണും പൊടിയും ഒക്കെ ആയിട്ട് കഴിയുന്നത്. 4 മീഡിയക്കാരെ അങ്ങനെ ഇട്ട് വറക്കാൻ തുടങ്ങി കഴിഞ്ഞാൽ അങ്ങനെ വിഷമിച്ചു പോകും. അതുകൊണ്ടാണ് പുള്ളി മീഡിയയുടെ മുമ്പിൽ ഹാജരാവാത്തത്. എന്തുകൊണ്ട് ചമ്പത് റായ്ക്ക് ധൈര്യമായിട്ട് മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറഞ്ഞുകൂടാ? എൻ്റെ അമ്മോ, മാധ്യമങ്ങളുടെ മുമ്പിൽ ചെന്നാലത്തെ സ്ഥിതി അറിയാമല്ലോ, കൊത്തിപ്പറിക്കുന്ന മാധ്യമങ്ങളാണ്. അതുകൊണ്ട് ബാക്കിയുള്ളവർ, പുള്ളി ഒരു പക്ഷേ പുള്ളിയുടെ നേച്ചർ അനുസരിച്ച് എന്താ ഇവിടെ പറയേണ്ടത് ഞാൻ പറഞ്ഞോളാം എന്ന് പറയുന്ന ആൾ. ചേട്ടാ പോകരുത്, പോയാൽ അവിടെ ഇല്ലാത്ത പ്രശ്നം മുഴുവൻ ഉണ്ടാക്കും എന്ന് ആരെങ്കിലും അഡ്വൈസ് കൊടുത്തു കാണും. അല്ലെങ്കിൽ ഈ പ്രായത്തിൽ ഞാനാണെങ്കിൽ പറയും ചമ്പത് റായ്ജി പോകരുത്. മാധ്യമങ്ങളുടെ എന്ത് മര്യാദയാണ് ഉള്ളത് അവർക്ക്? അവരെന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വേണ്ടാത്ത കഥകൾ ഉണ്ടാക്കുകയും പിടിക്കുകയൊക്കെ ചെയ്യും.